വെൽക്കം ടു കിഡോ ഹെവൻ. ഹായ് ചിൽഡ്രൻ, നമ്മൾ ഇന്ന് മാത്സ് എക്സാമിന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആർ യു റെഡി? ഓക്കേ. അപ്പോൾ നമ്മൾ മാത്സിൽ 1 to 20 വരെ നമ്പേഴ്സ് എഴുതാനും പഠിച്ചു, പിന്നെ കൗണ്ട് ചെയ്യാനും പഠിച്ചു അല്ലേ? നമുക്കൊന്ന് കൗണ്ട് ചെയ്താലോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നിങ്ങൾ ഇതുപോലെ 1 to 20 വരെ നന്നായിട്ട് കൗണ്ട് ചെയ്യാൻ പഠിച്ചിരിക്കണം. എക്സാമിന് കൗണ്ട് ചെയ്യാന് ക്വസ്റ്റ്യൻസ് 2 രീതിക്ക് ചോദിക്കാറുണ്ട്. ഇതുപോലെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് കൗണ്ട് ചെയ്തിട്ട് കിട്ടുന്ന കൗണ്ടിങ് നമ്പർ ടിക്ക് ചെയ്യാനും ചോദിക്കാറുണ്ട്. പിന്നെ പിക്ചേഴ്സ് മാത്രം കൊടുത്തിട്ട് അത് കൗണ്ട് ചെയ്യാനും ചോദിക്കാറുണ്ട്. മനസ്സിലായോ? എക്സാമിന് കൗണ്ട് ചെയ്യാൻ 2 രീതിക്കാണ് ചോദിക്കാറ്. പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ ടിക്ക് ചെയ്യാനും ചോദിക്കാറുണ്ട്. പിന്നെ പിക്ചേഴ്സ് മാത്രം കൊടുത്തിട്ട് അത് കൗണ്ട് ചെയ്യാനും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ആപ്പിൾസ്. എന്താണ്? ആപ്പിൾസ്. ഈ ആപ്പിൾസ് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാമിന് കൗണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കയ്യിലുള്ള പെൻസില് ഈ പിക്ചറിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് വേണം കൗണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, 1 2 3 4 5 6 7 8 9. ഇവിടെ 9 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് നോക്കാം. ഈ നമ്പേഴ്സിൽ 9 എന്ന നമ്പർ ഉണ്ട്. ആ നമ്പർ നമ്മൾ ടിക്ക് ചെയ്യണം. ഇതിലേതാണ് നമ്പർ 9? ഇതല്ലേ? അപ്പോൾ ഇത് ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്പേഴ്സ് കാണുമ്പോഴേ അതിൽ 8 ഏത്, 9 ഏത്, 10 ഏത്, 20 ഏത് എന്ന് മനസ്സിലാവണം. അപ്പോൾ നിങ്ങൾ നമ്പേഴ്സും പഠിക്കണം, കൗണ്ട് ചെയ്യാനും പഠിക്കണം. ഓക്കെ, അടുത്തത് നോക്കാം. എന്താണ്? കേക്ക്സ് ആണ് അല്ലേ? നമുക്ക് ഈ കേക്ക്സ് ഒന്ന് കൗണ്ട് ചെയ്താലോ. 1 2 3 4. ഇവിടെ 4 കേക്ക്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ 4 എന്ന നമ്പർ ആണ് ടിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ഏതാണ് നമ്പർ 4? ഏതാണ്? ഇതാണ്. അപ്പോൾ ഈ നമ്പർ ഇങ്ങനെ ടിക്ക് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ടിക്ക് ചെയ്യാൻ അറിയില്ലേ? ഓക്കെ, അടുത്തത് കൗണ്ട് ചെയ്യാം. എന്താണ്? ഓറഞ്ചസ്. ഒരുപാട് ഓറഞ്ചസ് ഉണ്ട് അല്ലേ? നമുക്കതൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇവിടെ 14 ഓറഞ്ചസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ നമ്പേഴ്സില് 14 എന്ന നമ്പർ ടിക്ക് ചെയ്യണം. ഇതിലേതാണ് നമ്പർ 14? നിങ്ങളൊന്ന് പറഞ്ഞ്, ഇതിലേതാണ് നമ്പർ 14? ഇതാണോ? അല്ല. ഇതാണോ? അല്ല. ഇതാണോ നമ്പർ 14? അതെ. അപ്പൊ നമ്മൾ നമ്പർ 14 ഇതുപോലെ ടിക്ക് ചെയ്യാം. മനസ്സിലായോ? ഇവിടെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ കൗണ്ട് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന നമ്പർ നിങ്ങൾ ഇതുപോലെ ടിക്ക് ചെയ്യാം. ഇങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്നതാണ് പിക്ചേഴ്സ് മാത്രം തന്നിട്ട് അത് കൗണ്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6. അപ്പൊ നിങ്ങൾ 6 എന്ന് പറയണം. ഓക്കെ, അടുത്ത കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഓക്കെ, ഇതുപോലെ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ അവിടെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് കൗണ്ട് ചെയ്യണം. എങ്ങനെ കൗണ്ട് ചെയ്യാം? നിങ്ങളുടെ കയ്യിലുള്ള പെൻസില് ഈ പിക്ചറിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇനി സ്റ്റാർസ് ഒന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പൊ എക്സാമിന് കൗണ്ട് ചെയ്യാൻ 2 രീതിക്ക് ചോദിക്കും. ഇതുപോലെ പിക്ചേഴ്സ് തന്നിട്ട് കൗണ്ട് ചെയ്തിട്ട് കിട്ടുന്ന കൗണ്ടിങ് നമ്പർ ടിക്ക് ചെയ്യാനും ചോദിക്കാറുണ്ട്. പിന്നെ
പിക്ചേഴ്സ് മാത്രം തന്നിട്ട് കൗണ്ട് ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ 1 to 20 വരെ കറക്റ്റ് ഓർഡറിൽ കൗണ്ട് ചെയ്യാൻ പഠിച്ചു വെക്കുക, നമ്പേഴ്സും പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്നതാണ് ഇതുപോലെ പിക്ചേഴ്സും തന്നിട്ടുണ്ടായിരിക്കും, നമ്പേഴ്സും തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് കൗണ്ടിങ് നമ്പറിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? പിക്ചേഴ്സും നമ്പേഴ്സും ഇതുപോലെ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് കറക്റ്റിന് കൗണ്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്കൊരു നമ്പർ കിട്ടും, ആ നമ്പറിലേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ എന്റെ കൂടെ കൗണ്ട് ചെയ്യണേ. 1 2 3 4. ഇവിടെ 4 എന്നാണ് കിട്ടിയത്. ഇതിൽ ഏതാണ് നമ്പർ 4? ഇതാണ് അല്ലേ? അപ്പൊ നമ്മള് ഈ 4 കേക്സിനെ 4 എന്ന നമ്പറിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കണം. ഓക്കെ, ആ പിക്ചേഴ്സിൽ നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ എത്രയാണോ അതിലേക്ക് വരച്ചു കൊടുക്കണം. ഓക്കെ, അടുത്ത കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9. ഇവിടെ 9 എന്ന് കിട്ടിയിട്ടുണ്ട് കൗണ്ട് ചെയ്തപ്പോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി 9 എന്ന നമ്പർ ഇവിടെ ഉണ്ടോ നോക്കണം. ഇവിടെ നമ്പർ 9 ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഈ പിക്ചറിനെ നമ്പർ 9ലേക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, അടുത്തത് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇത് നമുക്ക് കൗണ്ട് ചെയ്തപ്പോ 10 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പിക്ചറിനെ 10 എന്ന നമ്പറിലേക്കാണ് വരച്ചു കൊടുക്കേണ്ടത്. ഇതാണ് നമ്പർ 10. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് വൺ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7. ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്തപ്പോ 7 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പിക്ചറിനെ നമ്പർ 7ലേക്ക് വരച്ചു കൊടുക്കണം. ഇതല്ലേ 7? അപ്പോ ഈ പിക്ചറിനെ നമ്പർ 7ലേക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലെ എക്സാമിന് ചോദിക്കാറുണ്ട്. മനസ്സിലായോ? പിക്ചേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും, നമ്പേഴ്സും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പിക്ചേഴ്സ് കറക്റ്റ് ഓർഡറിൽ കൗണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൗണ്ടിങ് നമ്പർ കിട്ടും, ആ നമ്പറിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള പെൻസില് ഈ പിക്ചറിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ട് അതിന്റെ ബിഫോർ നമ്പർ, ആഫ്റ്റർ നമ്പർ, ബിറ്റ്വീൻ നമ്പർ ചോദിക്കാറുണ്ട്. മനസ്സിലായോ? നമ്പേഴ്സ് കൊടുത്തിട്ട് അതിന്റെ ബിഫോർ നമ്പർ, ആഫ്റ്റർ നമ്പർ, ബിറ്റ്വീൻ നമ്പർ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ നമ്പേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ നമുക്ക് ആദ്യം ബിഫോർ നമ്പർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? 3. ഒന്ന് പറഞ്ഞേ, 3. ഈ 3 നമ്പറിന്റെ ബിഫോർ നമ്പർ എന്താ? മിസ്സിംഗ് ആണ്. അത് നമ്മൾ പറയണം. ഓക്കെ, 3 നമ്പറിന്റെ ബിഫോർ നമ്പർ ഏതായിരിക്കും? മുൻപ് വരുന്ന നമ്പർ ഏതായിരിക്കും? 2. അപ്പൊ നിങ്ങൾ 2 എന്ന് പറയണം. എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, നോക്കിക്കേ, 2 3 കറക്റ്റ് ആയില്ലേ? അടുത്തത് നോക്കാം. ഏതാ നമ്പർ? 12. ഈ 12 നമ്പറിന്റെ ബിഫോർ നമ്പർ, മുൻപ് വരുന്ന നമ്പർ ഏതാണ്? ഏതാണ്? ഉറക്കെ പറഞ്ഞേ, 11. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ 11 എന്ന് പറയണം. നോക്കിക്കേ, 11 12 കറക്റ്റ് അല്ലേ? ഓക്കെ, അടുത്തത് 10. ഈ 10 നമ്പറിന്റെ ബിഫോർ നമ്പർ ഏതാണ്? 9. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ 9 എന്ന് പറയണം. ഓക്കെ, അടുത്തത് എന്താ? ആഫ്റ്റർ നമ്പർ ആണ് മിസ് ആയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ ആഫ്റ്റർ നമ്പർ ആണ് മിസ് ആയിരിക്കുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ച് പറയണം. ഓക്കെ, 8 നമ്പറിന്റെ ആഫ്റ്റർ നമ്പർ ഏതാണ്? 8 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാണ്? ഏതാണ്? 9. അപ്പൊ നിങ്ങൾ 9 എന്ന് പറയണം. അടുത്തത് 14. ഈ 14 നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന ആഫ്റ്റർ നമ്പർ, നെക്സ്റ്റ് നമ്പർ ഏതാണ്? 15. അപ്പൊ നിങ്ങൾ 15 എന്ന് പറയണം. ഓക്കെ, അടുത്തത് 5.
5 എന്ന നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് നമ്പർ ഏതാണ്? 6. അപ്പൊ നിങ്ങൾ 6 എന്ന് പറയണം. ഓക്കെ, നമുക്ക് ബിറ്റ്വീൻ നമ്പർ ചെയ്ത് നോക്കാം. ബിറ്റ്വീൻ നമ്പർ എന്താ? ഇവിടെ 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ നമ്പേഴ്സിന്റെ നടുവിൽ വരുന്ന നമ്പർ എന്താ? മിസ്സിംഗ് ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് പറയണം. ഓക്കെ, 5, 7 ഇതിന്റെ നടുവിലുള്ള ബിറ്റ്വീൻ നമ്പർ ആണ് മിസ് ആയിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? 5, 6, 7 ഇവിടെ ഏത് നമ്പറാണ് മിസ് ആയിരിക്കുന്നത്? 6. അപ്പൊ നിങ്ങൾ 6 എന്ന് പറയണം. ഓക്കെ, അടുത്തത് 2, 4 ഇതിന്റെ നടുവിൽ വരുന്ന ബിഫോർ നമ്പർ എന്താണ്? മിസ്സിംഗ് ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് പറയണം. നമുക്ക് കണ്ടുപിടിക്കാം. 2 കഴിഞ്ഞ 3, 4. അപ്പൊ ഇവിടെ ഏത് നമ്പർ മിസ് ആയിരിക്കുന്നത്? 3. അപ്പൊ നിങ്ങൾ 3 എന്ന് പറയണം. ഓക്കെ, ലാസ്റ്റ് വൺ 10, 12 ഈ 10, 12 ഇതിന്റെ ബിറ്റ്വീൻ നമ്പർ മിസ്സിംഗ് ആണ്. അത് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? 10, 11, 12 അപ്പൊ ഇവിടെ 11 എന്ന ബിറ്റ്വീൻ നമ്പർ ആണ് മിസ് ആയിരിക്കുന്നത്. അപ്പോ ഇതുപോലെ നമ്പേഴ്സ് കൊടുത്തിട്ട് അതിന്റെ ബിഫോർ നമ്പറും ആഫ്റ്റർ നമ്പറും ബിറ്റ്വീൻ നമ്പറും ചോദിക്കാറുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇത് 1 to 20 വരെയുള്ള നമ്പേഴ്സ് എന്നാണ് ബിഫോറും ആഫ്റ്ററും ബിറ്റ്വീനും ചോദിക്കാറ്. മനസ്സിലായോ? 1 to 20 വരെയുള്ള നമ്പേഴ്സ് എന്നാണ് ബിഫോറും ആഫ്റ്ററും ബിറ്റ്വീനും ചോദിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ അത് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ ഇതുപോലെ യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ ഈ 4 കളേഴ്സിൽ വരുന്ന ബലൂൺസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ട് അത് കൗണ്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മള് യെല്ലോ കളേഴ്സിൽ വരുന്ന ബലൂൺസ് ആണ് കൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കളേഴ്സ് നന്നായിട്ട് അറിയണം കേട്ടോ. ഇതിൽ ഏതാണ് യെല്ലോ കളേഴ്സ്? ഏതാണ് യെല്ലോ കളേഴ്സ്? ഇതാണ് യെല്ലോ കളേഴ്സ്. അപ്പൊ നമ്മള് യെല്ലോ കളേഴ്സ് ബലൂൺസ് ആണ് കൗണ്ട് ചെയ്യാൻ പോകുന്നത്. 1, 2 യെല്ലോ ബലൂൺസ് എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, 2 യെല്ലോ ബലൂൺസ് എന്ന് നിങ്ങൾ പറയണം. എഴുതണ്ട, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, മാർക്ക് കിട്ടും. ഓക്കെ, ഞാൻ അടുത്ത കളർ ഏതാ? റെഡ്. നമുക്ക് റെഡ് കളറിൽ വരുന്ന ബലൂൺസ് കൗണ്ട് ചെയ്തിട്ട് അത് എത്രയുണ്ട് എന്ന് പറയണം. ഓക്കെ, ഇതല്ലേ റെഡ് കളർ? അപ്പോ ഈ കളറിൽ വരുന്ന ബലൂൺസ് ആണ് നമ്മൾ ഇനി കൗണ്ട് ചെയ്യാൻ പോകുന്നത്. 1, 2, 3 റെഡ് ബലൂൺസ് എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അടുത്തത് നമ്മള് ബ്ലൂ കളേഴ്സിൽ വരുന്ന ബലൂൺസ് ആണ് കൗണ്ട് ചെയ്യാൻ പോകുന്നത്. 1, 2, 3, 4 ബ്ലൂ ബലൂൺസ് എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അടുത്ത നമ്മൾ കൗണ്ട് ചെയ്യാൻ പോകുന്നത് ഏതാ? ഗ്രീൻ കളർ ബലൂൺസ് ആണ്. 1, 2, 3 ഗ്രീൻ ബലൂൺസ് എന്ന് നിങ്ങൾ പറയണം. മനസ്സിലായോ? ഈ 4 കളേഴ്സിൽ വരുന്ന ബലൂൺസിന്റെ പിക്ചേഴ്സ് കൊടുക്കും. എന്നിട്ട് നിങ്ങൾ അത് ഓരോ കളേഴ്സും കൗണ്ട് ചെയ്തിട്ട് എത്ര ഉണ്ട് എന്ന് പറയണം. നിങ്ങൾക്ക് ഈ 4 കളേഴ്സ് ഇങ്ങനെ കാണുമ്പോഴേ ഇതിൽ റെഡ് ഏത്, ഗ്രീൻ ഏത്, ബ്ലൂ ഏത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെ 4 കളേഴ്സിൽ വരുന്ന ബലൂൺസ് കൊടുത്തിട്ട് അതിന്റെ ഓരോ കളേഴ്സും നിങ്ങളോട് കൗണ്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ 4 കളേഴ്സ് പഠിച്ചു വെക്കുക. പിന്നെ കൗണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, അപ്പൊ നിങ്ങൾ കളേഴ്സ് നോക്കിയിട്ട് കൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്പേഴ്സ് ഡോട്ട് ഫില്ലിംഗ്. ഓക്കെ, ഇതുപോലെ നമ്പേഴ്സ് കൊടുക്കും, അതിന് തൊട്ടടുത്ത് ഡോട്ട്സും കൊടുക്കും. അപ്പൊ നിങ്ങൾ ഈ നമ്പേഴ്സ് കറക്റ്റ് ഓർഡറിൽ ഈ ഡോട്ടിലൂടെ ഇങ്ങനെ ഫില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾസിന്റെ പിക്ചർ കിട്ടും. എന്നിട്ട് നിങ്ങൾ ആ കിട്ടിയ പിക്ചറിനെ കളറും ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? നമ്പേഴ്സുകള് ഫില്ല് ചെയ്യണം, ആ പിക്ചറിനെ കളറും ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സുകൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പൊ നമുക്ക് എന്താണ്
കിട്ടിയത്? ഒരു മാംഗോന്റെ പിക്ചർ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മള് ഈ മാംഗോക്ക് കളർ ചെയ്യണം, എങ്കിലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ മാത്സ് എക്സാമിന് പോകുമ്പോൾ കയ്യിൽ ക്രയോൺസ് കരുതാം. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ആപ്പിൾ കിട്ടും, ചിലപ്പോൾ ബ്രിഞ്ചിൽ കിട്ടും, എന്തെങ്കിലും ഒരു പിക്ചർ നമുക്ക് കിട്ടും. ആ കിട്ടുന്ന പിക്ചറിനെ കളറും ചെയ്യണം. ഓക്കെ, അപ്പോ ഇങ്ങനെയും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മള് 6 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഏതൊക്കെയാണ്? കൗണ്ട് ചെയ്യാൻ 2 രീതിക്ക് ചോദിക്കാറുണ്ട് അല്ലെ? ഒന്ന് എന്താണ്? പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ ടിക്ക് ചെയ്യാൻ ചോദിക്കും. പിന്നെ പിക്ചേഴ്സ് മാത്രം കൊടുത്തിട്ട് അത് കൗണ്ട് ചെയ്യാനും ചോദിക്കാറുണ്ട്. പിന്നെ പിക്ചേഴ്സും നമ്പേഴ്സും മാച്ച് ചെയ്യാനും ചോദിക്കാറുണ്ട്. പിന്നെന്ത് ചോദിക്കാറുണ്ട്? ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതും പഠിച്ചു വെക്കണം. പിന്നെന്ത് ചോദിക്കാറുണ്ട്? 4 കളേഴ്സിൽ വരുന്ന ബലൂൺസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ട് ഓരോ കളർ ബലൂൺസും കൗണ്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? നമ്പേഴ്സ് ഡോട്ട് ഫില്ലിംഗ്. നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് കറക്റ്റ് ഓർഡറിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു പിക്ചർ കിട്ടും. ആ പിക്ചറിന് കളർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ക്രയോൺസ് കൊണ്ടുപോകാൻ മറക്കരുതേ. അപ്പോൾ നിങ്ങൾ ഈ 6 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിച്ചു വെക്കുക. എങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സ് എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Like and subscribe.